ഹലോ CSCB ആസ്പിരൻസ്. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നതിനെക്കുറിച്ചാണ്. കോർപ്പറേഷൻ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തികൾക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുക. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. HDC, JDC, BCom കോർപ്പറേഷൻ തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിച്ചവർക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ CSCBയുടെ സൈറ്റിൽ പോയിട്ട് CSCB രജിസ്ട്രേഷൻ നടത്താനാണ്. അതായത് നമ്മൾ PSC രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ CSCB രജിസ്റ്റർ ചെയ്യണം. അതിന് പാസ്വേഡും അതുപോലെ തന്നെ യൂസർ നെയിമും ഉണ്ടാകും. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് മറക്കാതെ നമ്മൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ബുക്കിൻ്റെ മുന്നിലായിട്ടും എഴുതി വെക്കണം. പിന്നീട് ചെയ്യേണ്ട കാര്യം, വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഏതാണോ അത് നോക്കുക. അതായത് ഇന്ന് ഓഗസ്റ്റ് 30 ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ എല്ലാവരും കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു കൊല്ലം മിനിമം 3 നോട്ടിഫിക്കേഷൻ എങ്കിലും CSCB ഇറക്കാറുണ്ട്. ഇപ്പോൾ ഓരോ കാറ്റഗറീസ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ടൈമിൽ 3 എക്സാമെങ്കിലും, അത് നമ്മളെ ക്ലർക്കാണെങ്കിൽ ക്ലർക്കിന് 3 എക്സാമെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കും, എഴുതാൻ വേണ്ടി സാധിക്കും. നമുക്ക് പ്രധാനപ്പെട്ട 3 വഴികളാണ് CSCB എക്സാം പഠിക്കാനുള്ളത്. ഓഫ്ലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ്സസ്, പിന്നെ സെൽഫ് സ്റ്റഡിയും. ബിഗിനേഴ്സിന് എന്തുകൊണ്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്. നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും നല്ലൊരു CSCB കോച്ചിങ് സെൻറ്റർ നോക്കുക. അവിടുന്ന് കൃത്യമായിട്ടുള്ള കോച്ചിങ്സും കാര്യങ്ങളിലൂടെ നിങ്ങൾക്കൊരു ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏതൊരു എക്സാമിനും നമ്മൾക്ക് ആദ്യം വേണ്ടത് തന്നെ ഒരു ബേസാണ്. ആ ബേസ് കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് ഇനി എക്സ്ട്രാ പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കൃത്യമായിട്ടുള്ള എക്സാമുകളും വർക്കൗട്ടുകളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുമായിരിക്കും. സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്നും സിലബസുകൾ എന്തൊക്കെയാണെന്നും എന്നതിനെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ആ ക്ലാസ്സിലൂടെ ലഭിക്കും. കോർപ്പറേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളിലും കുറിച്ചും ഒരു ധാരണ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് CSCB കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ വേണ്ടി സാധിക്കും. ഇനി രണ്ടാമത്തെ വഴിയാണ് ഓൺലൈൻ ക്ലാസ്സസ്. ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നവർ അത്രയും എഫേർട്ട് എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ബേസുള്ള ഏതൊരു വ്യക്തിക്കും ഓൺലൈൻ ക്ലാസ് പോകുന്നത് നല്ലതാണ്. കൃത്യമായ ക്ലാസ്സുകളൊക്കെ കണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം ഓൺലൈൻ ക്ലാസ്സുകൾ ചേർന്നാൽ. നിരവധി ഇൻസ്റ്റിറ്റ്യൂഷൻ CSCB കോച്ചിങ് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുദാഹരണം പറയുകയാണെങ്കിൽ CC ബാങ്ക്, എഡ്യൂകോഴ്സ്, സഹകാരി റേസ് പ്ലസ്, ദ്രോണാചാര്യ തുടങ്ങിയ നിരവധി ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടുപോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി നിങ്ങൾ ബേസൊക്കെ സെറ്റായിട്ട് ഒരു നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് ഏകദേശം എക്സാമിനോട് ഇല്ലെങ്കിൽ ഏകദേശം കട്ട് ഓഫിനൊക്കെ എത്തുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി എന്തുകൊണ്ടും അനുയോജ്യമാണ്. സെൽഫ് സ്റ്റഡി നടത്തുന്ന ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് തലേന്ന് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വയ്ക്കണം. കറക്റ്റ് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചു പോവുക.